അല്ല മിൽക്ക് കേക്കുകൾ കാണുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹം പെട്ടെന്ന് കഴിക്കേണ്ടിയിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം വരും. പക്ഷേങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റാറില്ല. പക്ഷേ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു 100-120 രൂപ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് സിമ്പിളാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇത് ഓൾറെഡി മുട്ടക്കേക്കിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബേക്കറിയിലെ നമ്മുടെ നാട്ടിലെ മുട്ടക്കേക്കാണ്, 50 രൂപയുള്ളൂ. ഇതുപോലെ ഞാൻ ഇതിൽ പരീക്ഷണം നടത്തി നോക്കുന്നതാണ്. അപ്പോൾ മുട്ടക്കേക്ക് ഉണ്ടാക്കി ചെയ്യുന്നവരാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി കൂടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കേക്ക് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് മുട്ടക്കേക്കിനോടും വലിയ ഇഷ്ടമുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പി ഇന്ന് ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ ഇതാ ഞാനിതാ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ എന്താവും എന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ നമ്മുടെ കേക്ക് ഇതുപോലെ കഷ്ടം കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും അതേപോലെ പാൽപ്പൊടി, നമ്മുടെ പാൽപ്പൊടിയാണ് ഇതിൻ്റെ താരം. അപ്പോൾ 2 പാക്ക് അമുലയുടെ പാൽപ്പൊടി പഞ്ചസാര ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ കട്ടിക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ വീണ്ടും നമ്മുടെ പാൽപ്പൊടിയുടെ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് കേക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നമ്മുടെ ഒഴിക്കുന്നൊക്കെ വർഷം ഒന്ന് നല്ലോണം കുടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്, അത് നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മളിത് ചൂടോടെ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ചൂടോടെ രക്ഷയില്ല, കഴിച്ചിട്ട് തണുപ്പിച്ചിട്ടാണെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ ഞാൻ തണുപ്പിച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കൂ, സിമ്പിളാണ്, ടേസ്റ്റാണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരിൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.